2014 അൺവെയിലിംഗ് ഓഫ് ദ സെക്കൻഡ് ഇന്ത്യൻ റിപ്പബ്ലിക് എന്ന നിലയിൽ കാണണം. നമ്മൾ 2014 വരെ കണ്ടിട്ടുള്ള ഇന്ത്യൻ റിപ്പബ്ലിക് അല്ല അതിനുശേഷം ഉണ്ടായിട്ടുള്ളത്. ഇപ്പോൾ 141 അംഗങ്ങളെയാണ് ഇന്നും കൊണ്ട് പുറത്താക്കിയിരിക്കുന്നത്. നമ്മുടെ മുൻകാല രാഷ്ട്രീയത്തിൽ അതുണ്ടായിട്ടില്ല, മുൻകാല പാർലമെൻറ്റുകളിൽ അതുണ്ടായിട്ടില്ല എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. ഇത് വേറൊരു ഏകാധിപത്യ വ്യവസ്ഥതയിലാണ് നമ്മൾ ജീവിക്കുന്നതെന്നാണ്. നമുക്ക് BJPയെ സംബന്ധിച്ചിടത്തോളം ഈ പ്ലക്കാർഡ് ഉയർത്തി എന്ന് പറയുന്നത് പുറത്താക്കാനുള്ള കാരണമായിട്ടാണ് അവർ ചൂണ്ടിക്കാണിക്കുന്നത്. BJPയുടെ കാലഘട്ടത്തിൽ ഞാൻ പാർലമെൻറ്റിൽ മാധ്യമപ്രവർത്തകനായി റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ആളാണ്. BJP ഇതിനേക്കാൾ വഷളായ വിധത്തിലാണ് പാർലമെൻറ്റിൽ പ്രവർത്തിച്ചിട്ടുള്ളത് എന്നുള്ളത് നമ്മൾ കണ്ടു കഴിഞ്ഞിട്ടുള്ളതാണ്. അതിനൊക്കെ ആ ഘട്ടത്തിൽ അരുൺ ജെയ്റ്റ്ലിയെ പോലെ, സുഷമ സ്വരാജിനെ പോലെ ഉള്ള ഫ്ലോർ ലീഡേഴ്സ് ന്യായീകരിക്കുകയും അത് മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ രൂപത്തിൽ ഇപ്പോൾ പ്രതിപക്ഷ കക്ഷികൾ അവരുടെ പാർലമെൻ്ററി പ്രവർത്തനം ആവിഷ്കരിക്കുമ്പോൾ അതിനെ വളരെ ഏകാധിപത്യ പ്രവണതയോടുകൂടി എതിർക്കുന്നു എന്ന് പറയുമ്പോൾ അതിനെ നമുക്ക് എങ്ങനെയാണ് അതിനെ വിശേഷിപ്പിക്കുക എന്ന് പറയാനല്ല. നോക്കൂ, ഇത് പക്ഷേ മോദി എന്ന ഏകാധിപത്യ രാജ്യത്താണ് നമ്മൾ നിൽക്കുന്നത്. മോദി എന്ന ഏകാധിപത്യ രാജ്യത്ത് പ്രതിപക്ഷത്തിന് സ്പേസ് ഇല്ല. ഒന്ന്. രണ്ട്, 22-ാം തീയതി അയോധ്യയുടെ ഉദ്ഘാടനം നടക്കുന്ന സമയത്ത് ഈ പറയുന്ന അയോധ്യയിലെ രാമക്ഷേത്രത്തിന് പ്രധാന കാരണക്കാരനായ LK അദ്വാനിയെയും മുരളി മനോഹർ ജോഷിയെയും അങ്ങോട്ട് വിളിച്ച് നിങ്ങൾ ഇങ്ങോട്ട് വരരുത് എന്ന് പറഞ്ഞിരിക്കുകയാണ് എന്നുള്ളതാണ്. അപ്പോൾ അവിടെ എൻ്റെ തല എൻ്റെ ഫുൾ ഫിഗർ, എൻ്റെ തല എൻ്റെ ഫുൾ ഫിഗർ, എൻ്റെ തല എൻ്റെ ഫുൾ ഫിഗർ. ഇതിനപ്പുറത്തേക്ക് നരേന്ദ്രമോദിയുടെ രാജ്യത്ത് വേറെ സ്പേസ് ഇല്ല. പ്രതിപക്ഷത്തിനുമില്ല, സ്വന്തം കക്ഷിയിൽപ്പെട്ടവർക്കുമില്ല. Meet the editors.